ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വിവിധങ്ങളായ ആനുകൂല്യങ്ങളുമായി പൊതുജനങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. നിലവിലുള്ള ആനുകൂല്യങ്ങളുടെ വിതരണത്തോട് തന്നെ പുതിയ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നൽകുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒന്നായിരുന്നു അരിയുടെ തുടർച്ചയായ വില വർധന. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 15% വിലവർധനയാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. 45 രൂപ മുതൽ 60 രൂപ വരെയാണ് മിക്ക അരികളുടെയും നിലവിലെ വില. നിലവിൽ APL കാർഡുകാർക്കൊക്കെ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരി ഒരു മാസം പോയിട്ട് ഒരു ആഴ്ചയിലേക്ക് പോലും തികയാത്ത സ്ഥിതിയാണ് ഉള്ളത്. നീലക്കാർഡിന് ഒരു അംഗത്തിന് 2 കിലോ അരിയും വെള്ളക്കാർഡിന് മൊത്തത്തിൽ 5 കിലോ അരിയുമാണ് ഒരു മാസവിഹിതമായി ലഭിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് കേന്ദ്ര സർക്കാർ വിപണിയിലെ ബ്രാൻഡഡ് അരികളോട് കിടപിടിക്കുന്ന രീതിയിൽ മികച്ച അരി റേഷൻ കാർഡ് ആവശ്യമില്ലാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഭാരത് അരി എന്ന ബ്രാൻഡിൽ 5 കിലോ 10 കിലോ കിറ്റുകളിലാക്കി 1 കിലോയ്ക്ക് 29 രൂപ എന്ന സബ്സിഡി നിരക്കിൽ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ പോലെ വിവിധ ജില്ലകളിൽ അരിയുടെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. മൊബൈൽ വാനുകളിലാണ് പ്രധാനമായും ടൗണുകളിൽ എത്തിച്ച് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ അതുകൂടാതെ NCCF, NAFED, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകളിലൂടെയും വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 200 ഔട്ട്ലെറ്റുകൾ സ്ഥിരമായി തുറക്കുന്നതിനുള്ള നടപടികൾ NCCF ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടങ്ങളിൽ ഭാരത് അരിക്ക് പുറമെ ഭാരത് പരിപ്പ്, ഭാരത് ആട്ട എന്നിവയും ലഭിക്കും. 29 രൂപയ്ക്ക് 1 കിലോ അരിയും 60 രൂപയ്ക്ക് പരിപ്പും 27.5 രൂപയ്ക്ക് ആട്ടയുമാണ് ഭാരത് ബ്രാൻഡിൽ വിൽക്കുന്നത്. വിവിധ സഹകരണ സംഘങ്ങൾ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയും അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ വിൽപ്പന ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. മറ്റൊരു സന്തോഷ വാർത്ത, 2000 രൂപയുടെ വിതരണം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുവാൻ പോവുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രക്രിയ വഴിയാണ് PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായ വിതരണം നടത്തുന്നത്. കേരളത്തിൽ 25 ലക്ഷത്തിലധികം കർഷകർക്ക് ഈ തുക എത്തും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-ാം തീയതിയാണ് തുക വന്നത്. ഈ വർഷത്തെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഗഡുവായ 16ാമത്തെ ഗഡുതുകയായ 2000 രൂപയാണ് ഉടനെ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പായി തന്നെ 16ാമത്തെ ഗഡുവായ 2000 രൂപയുടെ വിതരണ തീയതി പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ നിന്നും വരുന്നതാണ്. ലോക്സഭാ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ ആണെങ്കിൽ പോലും ഈ വിലക്കയറ്റ നാളുകളിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന 2 നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുക.